വ്ളോഗ്സ് ബൈ സിന്ധുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണിന് പോവുക കേട്ടോ. ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണിന് തിരിയുന്ന വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റോഡിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകാശമൊക്കെ പകുതി മേഘാവൃതമാണ്. അപ്പോൾ നമ്മൾ ഈ പമ്പൊക്കെ കടന്ന് ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇത് തീക്കോയി പള്ളിയാണ് ഈ കാണുന്നത്. ഈ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ശരിക്കും ഒരു കന്നാരത്തോട്ടം, പൈനാപ്പിൾ തോട്ടം കാണാം. നമ്മളവിടുന്ന് തീക്കോയി സിറ്റിയിലേക്കാണ് വരുന്നത്. ഇവിടെ ഒരു മസ്ജിദിൻ്റെ ഗോപുരമൊക്കെ കാണാം. അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് വലിയ മലനിരകളൊക്കെ കാണാം. നമുക്ക് ഏകദേശം ആ മലനിരകളുടെ മുകളിലേക്ക് എത്തേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ യാത്ര തിരിക്കുമ്പോൾ ഏകദേശം ഒരു 2:30 ആയി. ഉച്ച കഴിഞ്ഞ് 2:30 സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇതിലെ പോകുമ്പം അധികം വാഹനങ്ങളൊന്നും നമുക്ക് കാണാനായിട്ടില്ല. എങ്കിലും റോഡിൽ വാഹനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വലിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കയറ്റമാണ് കേട്ടോ, ഈ മലനിരകൾക്കിടയിലൂടെ. അപ്പോൾ നമുക്ക് കാണാം ഈ പാറ ഒക്കെ കട്ട് ചെയ്ത് അതിനിടയ്ക്കൂടി ഒരു റോഡാണ് ഇപ്പോൾ പണിതിരിക്കുന്നത്. അപ്പം അക്കരെ മലയിലെ ഉള്ളതും പാറയാണ്. ആ വലിയ മലനിരകളൊക്കെ പാറ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം, ശരിക്കും വ്യക്തമായിട്ട് കാണാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സസ്യങ്ങളുണ്ടെങ്കിലും പാറ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഒരു റോഡിൻ്റെ ഒരു സൈഡ് മൊത്തം പാറയാണ്. പാറ കട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ മലയ്ക്കിടയ്ക്കൂടെ ഇങ്ങനെ റോഡ് പണിത് കൊണ്ടുപോയിരിക്കുന്ന വലിയ ശ്രമകരമായ ഒരു പണിയാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈൻ ചെയ്ത പോലെയാണ് കേട്ടോ വെട്ടി വെച്ചിരിക്കുന്നത് പാറ. മലനിരകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. അപ്പം നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ വാഗമൺ എന്നുള്ളൊരു ബോർഡ് കാണുകയാണ്. അവിടെ നമ്മൾ സിപ്പ് ലൈൻ എന്നുള്ളൊരു മറ്റൊരു ബോർഡ് കൂടെ കാണുകയാണ്. അപ്പോൾ സിപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റോപ്പ് വേ എന്നും പറയാം. അപ്പോൾ ഈ റോപ്പ് വേ വഴിയുള്ള സാഹസികമായിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മളെ വിളിച്ചു നമ്മൾ പോയില്ല. അപ്പോൾ ചിത്രങ്ങൾ പകർത്താൻ വേണ്ടി മറ്റൊരു വ്യൂ തേടിക്കൊണ്ട് നമ്മൾ നടക്കുകയാണ്. അപ്പം നമുക്കിവിടെ ഒരു സ്ഥലം കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നോക്കിയേ, വ്യൂ പോയിൻ്റ് നിന്നുകൊണ്ട് നമ്മൾ കാണുകയാണ്. അങ്ങോട്ട് ഒരു 2 പേര് പോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും അതുപോലെ തന്നെ. അപ്പോൾ ഇത് കണ്ടോ, ഒരാൾക്ക് 600 രൂപയാണ് അവർ ഈടാക്കുന്നത് ടിക്കറ്റ് ചാർജ്. 2 പേർക്ക് 1200 രൂപ. ഫോട്ടോഗ്രാഫിക്ക് വേറെ പൈസ ആകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതൊക്കെ നന്നായിരിക്കും കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. അവരുടെ കരച്ചിലൊക്കെ കേൾക്കാം കേട്ടോ. ഭയങ്കര ഒച്ചയൊക്കെ വെച്ചാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. കണ്ടില്ലേ, ഞാൻ പറയില്ലേ, ഈ പാറയൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ വരച്ച് വെച്ചിരിക്കുന്ന പോലെയൊക്കെയാണ്, കട്ട് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും കീറി എടുത്തിരിക്കുന്നതാണ് ഈ പാറ. അപ്പം ഇവിടെ കുറച്ചധികം സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച പോലെയൊക്കെയാണ് സസ്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു തെങ്ങ് നിൽക്കുന്ന ഇതൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് എത്ര ഹൈറ്റ്സിലാണെന്ന് നോക്കിയാൽ ഈ പാറയുടെ ആ ഒരു ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. അടുത്ത ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ശരിക്കും പറഞ്ഞാൽ വ്യൂ പോയിൻ്റ് അവിടെ നിർമ്മിക്കുന്നേ ഉള്ളൂ കേട്ടോ. വ്യൂ പോയിൻറ്റിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ പകർത്തിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ശരിക്കും ആകാശമൊക്കെ തെളിഞ്ഞ ഭാഗമുണ്ട്, എന്നാൽ മേഘങ്ങളായിട്ടുള്ള ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വലിയ ഗർത്തമാണ് താഴോട്ട് കേട്ടോ, വലിയ കുഴിയാണ്. ഈ ഒരു മലയുടെ ഏതാണ്ട് കുറച്ച് ഭാഗങ്ങൾ കൊണ്ട് എടുത്തിരിക്കുന്ന ഒരു റോഡാണ് ഈ കാണുന്നത്. കണ്ടോ, ഒരു പുലി നമ്മളെ ചാടി പിടിക്കാനായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചധികം ചിത്രങ്ങളൊക്കെ പകർത്തുന്നുണ്ട്. പക്ഷേ ഈ ചിത്രങ്ങൾ പൂർണ്ണമാക്കാനായിട്ട് നമുക്ക് സാധിക്കാത്തത് ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു അപര്യാപ്തത ഇവിടെയുണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പികളും ഇതൊക്കെ വേസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് വരാത്ത രീതിയിലാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അതൊക്കെ കാണുന്നത്. അപ്പം വലിയ മലനിരകളാണ്, വലിയ മലനിരകൾ, ഒന്നൊന്നുമല്ല, ഒത്തിരി. അപ്പോൾ നമുക്കിതിൻ്റെ ശരിക്കുള്ള ചിത്രം ഒന്ന് പകർത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. റോഡിലിറങ്ങി നിന്ന് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദുർഗന്ധമാണ്, എന്തൊക്കെയോ ചത്ത് ചീഞ്ഞ പോലെയുള്ള നാറ്റങ്ങൾ. അപ്പം അതൊക്കെ ഉണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് നെഗറ്റീവ് പറയുന്നതായിട്ട് കരുതണ്ട കേട്ടോ. അപ്പോൾ വാഗമൺ കുരിശുമലയിലേക്കൊക്കെ പോകുന്ന വഴിയൊക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മിച്ചം പോയാൽ മതി കുരിശുമലയിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ നമുക്കിന്ന് ലൈറ്റൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റൊരു ദിവസം പോകാമെന്നാണ്, ഉച്ച കഴിഞ്ഞുള്ള സമയമായതുകൊണ്ടേ. അപ്പോൾ ഇവിടെ കുറച്ച് കാഴ്ചകൾ പകർത്തിയെടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ പൂർണ്ണമാക്കാമെന്നൊക്കെയാണ് കേട്ടോ. നോക്കി എന്ത് രസകരമായിട്ടുള്ള ഒരു മലനിരകളാണെന്നൊക്കെ നമുക്ക് നോക്കി കാണാനായിട്ടൊക്കെ സാധിക്കുന്നത്. അപ്പോൾ അത് ഈ ഒന്നെങ്കിൽ ഈ വേലിയുടെ പുറത്ത് കയറിക്കണം, അല്ലെങ്കിൽ പിന്നെ മരത്തിൻ്റെ മണ്ടയിലും കയറിക്കണം. ആ മലനിരകൾ മൊത്തം കാണണമെങ്കിൽ ഇത് കണ്ടോ, ഒരു കായുള്ളൊരു ചെടി. ഇത് ഞാൻ ഇവിടെ മാത്രമേ കണ്ടുള്ളൂ, മറ്റൊരിടത്തും നമുക്കിത് കാണാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ. എന്താ അതിൻ്റെ പേരെന്നറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നടന്നുകൊണ്ടുള്ള കാഴ്ചകൾ പകർത്തുകയാണ്.
അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ദൂരെ മലനിരകളിലുള്ള തേയിലത്തോട്ടങ്ങളും വീടുകളും അതുപോലെ തന്നെ മലനിരകളും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഈ പുല്ല് കണ്ടു കഴിയുമ്പോൾ മറ്റൊരു സംഭവം കാണുകയാണ്. ഇതാണ് ചുറ്റിയതിൻ്റെ കായാണ് ആ മഞ്ഞ നിറത്തിൽ കാണുന്നത് കേട്ടോ. അത് പഴുക്കുമ്പോൾ അതിൻ്റെ കറുത്ത നിറമാണ്. അത് കഴിക്കാനൊക്കെ കൊള്ളാം. അപ്പം രസകരമായ കാഴ്ചകൾ, ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ വാഗമണ്ണിൽ കാണാൻ സാധിക്കുന്നത്. മൊട്ടക്കുന്നുകളിൽ കൂടിയുള്ള തേയിലത്തോട്ടങ്ങൾ, കൂടുതലും തേയിലയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ബോട്ടിങ്ങിനുള്ള സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വാഗമൺ സിറ്റിയിലേക്കാണ് പോകുന്നത്, ടൗണിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ടൗണിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ചിത്രം പകർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിനുള്ളൊരു സ്ഥലം കാണുന്നില്ല. ഈ വലിയ കെട്ടിടത്തിൻ്റെയൊക്കെ മുകളിലൊക്കെ കയറുന്നാലേ നമുക്ക് പകർത്താനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. എന്തായാലും നമുക്ക് വാഗമൺ സിറ്റി ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളുടെ വാഹനങ്ങൾക്ക് ഒത്തിരി വാഹനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾ കണ്ടമാനം ഉള്ളതുകൊണ്ട് ശരിക്കും വഴിയിൽ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഹോട്ടൽസും റിസോർട്ടുകളും തന്നെയാണ്. അപ്പോൾ ഇവിടെ ആളുകൾ എന്തേലും എത്തിച്ചേരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇവിടെയുള്ള ഈ റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ കണ്ടാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ടൂറിസം ഒക്കെ വികസിപ്പിച്ച് കഴിയുമ്പം ആ നാട്ടിലുള്ള ആളുകളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടും. ഇപ്പം നമുക്ക് കാശ്മീരിലാണെങ്കിലും ടൂറിസം വികസിച്ച് കഴിഞ്ഞപ്പോൾ റോഡുകളൊക്കെ നല്ല വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളുടെ ആ ദാരിദ്ര്യമൊക്കെ അങ്ങ് മാറി. അവർക്ക് നല്ലോണം ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തും. അത് എവിടെ ടൂറിസം വികസിച്ചാലും ആ നാട്ടിലുള്ള ആളുകൾക്ക് ശരിക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു വരുമാനമൊക്കെ ഉണ്ടായിക്കൊള്ളും. അപ്പം നമ്മൾ ആകാശമൊക്കെ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. അപ്പോൾ ഈ നമ്മൾ ഇവിടെ ബ്ലോക്കാണെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഞാനത് ബ്ലോക്കുള്ള സ്ഥലങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ ഈ ആളുകൾക്ക് എല്ലാവർക്കും തിരക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരക്കാണ്, തിരക്കാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബസ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിടന്ന ഒരു പാടുപെടുന്നു. ശരിക്കും പറഞ്ഞാൽ കുറേ സമയം എടുത്തു അത് തിരിച്ചെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ അത്ര നേരം ഇവിടെ നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നു. അപ്പം ഇത് കണ്ടോ, കടകളൊക്കെ എന്തേലും കച്ചവട സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ടോയെന്ന് നോക്കിക്കേ. എല്ലാം നല്ല രസമുണ്ട്, കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് അത് ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി കുറേ നേരമായി നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. വാഹനങ്ങൾ ഇടയ്ക്കൂടെ കയറി പോവുകയാണ്. വലിയ വണ്ടിയല്ലേ, അപ്പോൾ അതിന് സ്ഥലമില്ലാണ്ട് തിരിച്ചെടുക്കാൻ പറ്റിയല്ലോ. പിന്നെ ആരോ ഇറങ്ങി വന്ന് എങ്ങനെയൊക്കെയോ ആണത് കൊണ്ടുപോകുന്നത്. എല്ലാവരും അവരവരുടെ തിരക്കുകളിലും കാര്യങ്ങളിലാണ്. മറ്റൊരുത്തരെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനോ ഒന്നും സമയമില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ റിസോർട്ടുകളെല്ലാം ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഈ മലനിരകളിൽ കൂടെ എല്ലാം റിസോർട്ടുകളാണ്. അപ്പോൾ റിസോർട്ടുകൾ, ഹോട്ടലുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. കുറേ കാര്യങ്ങളൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നല്ല രസമാണ് കേട്ടോ കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാനായിട്ടും കാണാനായിട്ടും ഒക്കെ. ഇവിടെ വന്ന് കാണണം, എന്നാലേ അതിൻ്റെ ഭംഗി, ശരിക്കുള്ള ഭംഗി നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഫോട്ടോ ആയാലും ഉച്ചയ്ക്ക് മുമ്പൊക്കെ എടുത്താലേ ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടുകയുള്ളൂ, സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ചേ. അപ്പോൾ നമ്മളിവിടെ ഒരു ദേവാലയം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന വഴിയെല്ലാം തന്നെ ഇഷ്ടംപോലെ പള്ളികളും ക്ഷേത്രങ്ങളും മോസ്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അത് ആ മലയുടെ മുകളിലൊക്കെ ഉണ്ടോ റിസോർട്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ചിത്രങ്ങളൊക്കെ പറഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇതുണ്ടോ മറ്റൊരു റിസോർട്ട്. അപ്പോൾ ഇങ്ങനെ ആകാശമൊക്കെ മേഘങ്ങളൊക്കെ ഓടിപ്പോകുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റണം. പിന്നെ കന്നുകാലിക്കൂട്ടങ്ങളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കുറേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിസോർട്ട് സമുച്ചയമാണ് ശരിക്കും പറഞ്ഞാൽ. ഒത്തിരിയധികം ചെറിയ റിസോർട്ടുകൾ. ഇത് കണ്ടോ, ഒരു അമ്പൽപ്പൊയ്ക. ഇത് ഒരു റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഈ അമ്പൽപ്പൊയ്കയുടെ, അതായത് ഈ അമ്പൽക്കുളത്തിൻ്റെ ചുറ്റും ചെറിയ മലനിരകൾ. ആ മലനിരകൾ നിറച്ചും തേയിലത്തോട്ടങ്ങളാണ്. അപ്പം നമുക്ക് കാണാനായിട്ടൊക്കെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ കാണിക്കുന്ന ഒരു ആകാശ ദൃശ്യമൊക്കെ കണ്ടുകൊണ്ടാണ് വാഗമണ്ണിയൊക്കെ അങ്ങ് കാണുന്നത്. പക്ഷേ അതല്ല, ഇവിടെ വന്നു കഴിയുമ്പം ഇവിടുത്തെ മനോഹാരിത എന്തൊക്കെയോ ഒത്തിരി വ്യത്യസ്തമായ അതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളാണിത് കേട്ടോ. അതിനുള്ളൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പച്ചപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനുതകുന്ന രീതിയിലുള്ള പച്ചപ്പൊക്കെ ഈ പ്രകൃതിയിലുണ്ട്. ഇപ്പോൾ ഫെൻസിങ്ങൊക്കെ നമുക്ക് കാണാം റോഡിൻ്റെ സൈഡിൽ കൂടെ. ഈ തോട്ടത്തിലേക്കൊക്കെ ആൾക്കാർ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ്. കുറച്ച് വേലികളും അതും ഇതൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ദേവാലയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. മൊത്തം തേയിലത്തോട്ടമാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഫോട്ടോകളൊക്കെ പകർത്താനായിട്ടൊക്കെ നല്ല രസമാണ്. ഇപ്പോൾ KSRTC ഒരു ബസ് വരുന്നുണ്ട്. ഇതിനെയൊക്കെ വരവ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാകും അല്ലേ. ഇപ്പോൾ ചെറിയ മലനിരകൾ കണ്ടോ. ചെറിയ മലനിരകൾ ഈ മലയുടെ മുകളിൽ വന്നപ്പോഴാണ് ഉള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ താഴെ നമ്മൾ കണ്ടില്ലേ, വലിയ മല കയറിയാണ് നമ്മൾ ആ തീക്കോയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പുതിയ കാഴ്ചകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.